നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നലെ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ചോദ്യങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 41ാമത്തെ ചോദ്യമാണ് 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? 2023 വയലാർ അവാർഡാണ് ചോദിച്ചിട്ടുള്ളത്. 2023 വയലാർ അവാർഡ് നേടിയത് ഓപ്ഷൻ എ ആണ്, ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു. 2023 ശ്രീകുമാരൻ തമ്പി ആയിരുന്നു. 2024 ആരായിരുന്നു? 2024 അശോകൻ ചരുവിലാണ്. അശോകൻ ചരുവിൽ. 2025 ആരാണ്? ഇ സന്തോഷ് കുമാർ. ഇ സന്തോഷ് കുമാറിനാണ് 2025 ലഭിച്ചത്. അപ്പോൾ 2023, 24, 25 ഒന്ന് ഓർത്ത് വെച്ചോളുക. അടുത്തത് 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ഓപ്ഷൻ സി ആണ്, രാഹുൽ ഗാന്ധിയാണ് 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. 2024 രൂപീകൃതമായ 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. 43ാമത്തെ ചോദ്യം, 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2024 G20 ഉച്ചകോടിയാണ് ചോദിച്ചത്. 2024 G20 ഉച്ചകോടി നടന്നത് എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു. 2024 ബ്രസീലിൽ വെച്ചിട്ടായിരുന്നു. 2025 ദക്ഷിണാഫ്രിക്കയിലാണ്. 2025 20ാമത്തെ G20 ഉച്ചകോടിയാണ്. 2025 എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടായിരുന്നു. 2026 എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്? USA വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലയിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? താഴെ പറയുന്നതിൽ ഏതൊക്കെ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? ഏതൊക്കെ മേഖലകളാണ് കൊടുത്തിട്ടുള്ളത്? ഒന്നാമത്തേതിൽ കാർഷിക മേഖലയും ആരോഗ്യ മേഖലയും ഉണ്ട്. രണ്ടാമത്തേതിൽ വ്യവസായിക മേഖലയും ആരോഗ്യ മേഖലയും ഉണ്ട്. മൂന്നാമത്തേതിൽ കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല. അപ്പോൾ ഇതിൽ ഏത് മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമാക്കി കണക്കാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3 മാത്രം. അതായത് കാർഷിക മേഖല, വ്യവസായിക മേഖല, സേവന മേഖല. ഈ 3 മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് ഒരു രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്. 45 കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. കഥകളിയിലെ വേഷങ്ങൾ ഏതൊക്കെയാണ്? 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കരി, കത്തി, താടി. 2 താടി മിനുക്ക്, 3 പച്ച മിനുക്ക്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കഥകളിയിലെ വേഷങ്ങള്? 1ഉം 3ഉം മാത്രമാണ്. അതായത് കഥകളിയിലെ വേഷങ്ങൾ എന്ന് പറയുന്നത് കരി, കത്തി, താടി, പിന്നെ പച്ച മിനുക്ക്. അപ്പോൾ ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രമാണെന്നുള്ളതാണ് കഥകളിയിലെ വേഷങ്ങൾ എന്ന് പറയുന്നത്. 46 കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്നതിൽ ഏതൊക്കെ കളിയിലാണ്? കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ്? ഏതൊക്കെ കളിയിലാണ് കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത്? 1ഉം 3ഉം ആണ് ഉത്തരം വരുന്നത്. 1 ക്രിക്കറ്റ്, ഹോക്കി, 3 ഫുട്ബോള്. കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ളത് ക്രിക്കറ്റും ഹോക്കിയിലും ഫുട്ബോളിലുമാണ്. 47 മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്ത ഏതാണ്? താഴെ പറയുന്നതില് മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഓപ്ഷൻ ബി ആണ്, രാത്രി മഴയാണ്. രാത്രി മഴ എന്ന കവിതാ സമാഹാരം രചിച്ചത് സുഗതകുമാരി ടീച്ചറാണ്. ബാക്കി 3ഉം ബദിരവിലാപം, ഋതുവിലാസം, കൊച്ചു സീത. ഇത് 3ഉം മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികളാണ്. അടുത്തത്, താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരെല്ലാമാണ്? താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആരാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 3 മാത്രം. അതായത് ഹിലാരി ക്ലിന്റൺ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടില്ല. ബാക്കി ഓപ്ഷൻസിലുള്ള ആരൊക്കെയാണ്? ബരാക് ഒബാമ, ഡൊണാൾഡ് ട്രംപ്, ജോ ബൈഡൻ. ഇവർ 3 പേരും അമേരിക്കയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ള വ്യക്തികളാണ്. അടുത്തത്, ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 75 രൂപയാണ്. 75 രൂപയുടെ മൂല്യമുള്ള നാണയമാണ്
ഇന്ത്യൻ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയത്. 50 ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടാൻ പോകുന്നത്? ഓപ്ഷൻ സി ആണ് സംവിധാൻ സദൻ എന്ന പേരിലാണ് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത് സംവിധാൻ സദൻ എന്നാണ്. 51 ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഓപ്ഷൻ ബി ആണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. 52 താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെയാണ്? ഓപ്ഷൻ സി ആണ് ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്കിന്റെ ജന്മദിനമാണ് ജൂൺ 12. അന്നാണ് ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. 53 ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നതിൽ ഏതാണ്? ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാവാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് പുല്ലാണ് അല്ലേ. ഏതൊരു ആഹാര ശൃംഖലയും ആരംഭിക്കുന്നത് ഉൽപാദകരിൽ നിന്നാണ്. ഉൽപാദകർ എന്ന് പറയുന്നത് ഹരിത സസ്യങ്ങളാണ് ഒരു ആഹാര ശൃംഖലയിലെ ഉൽപാദകർ. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ബി ആണ് തെങ്ങ്. തെങ്ങിന്റെ സങ്കര ഇനമാണ് ചന്ദ്രശങ്കര. വേറെ ഏതൊക്കെയാണ് തെങ്ങിന്റെ സങ്കര ഇനങ്ങള്? ചന്ദ്രലക്ഷ, കേശര സങ്കര, കേരഗംഗ, ആനന്ദഗംഗ ഇതെല്ലാം തെങ്ങിന്റെയാണ്. ഇനി പയറിന്റെ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി ഇത് മൂന്നും പയറിന്റെയാണ്. വെണ്ടയുടെ ആണെങ്കിൽ സൽകീർത്തി, അർക്ക, അനാമിക, അരുണ. സൽകീർത്തി, അർക്ക, അനാമിക, അരുണ ഇതെല്ലാം വെണ്ടയുടെ ഇനങ്ങളാണ്. നെല്ലിന്റെ ആണെങ്കിൽ പവിത്ര, അന്നപൂർണ, ജ്യോതി, ഉമ, ഭദ്ര. പവിത്ര, അന്നപൂർണ, ജ്യോതി ഇത് മൂന്നും ഓർത്ത് വെക്കുക. അടുത്തത് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ഏത് അവയവമാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കരളാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയായ കരളിലാണ് പിത്തരസം ഉൽപ്പാദിക്കപ്പെടുന്നത്. 56 വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നത്? വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാവുന്നത്? ഓപ്ഷൻ ബി ആണ് ബിയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് വായ്പുണ്ണ്. ഈ ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? സിറോഫ്താൽമിയ, നിശാന്തത. ജീവകം സി ആണെങ്കിൽ ഏതാണ് അസുഖം വരുന്നത്? സ്കർവി ആണ് അല്ലെ. ജീവകം ഡി ആണെങ്കിൽ റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന് പറയും. അടുത്തത് താഴെ പറയുന്നവയില് ശരിയായ ജോഡികൾ ഏതെല്ലാം? താഴെ പറയുന്നതില് ശരിയായ ജോഡി ഏതാണ്? അപ്പോ ഇതിൽ ആദ്യം തന്നിരിക്കുന്നത് നീലഗിരി വന്യജീവി സങ്കേതം എന്നാണ്. നീലഗിരി വന്യജീവി സങ്കേതമാണോ? അല്ല. നീലഗിരി ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്. അത് തെറ്റാണ്. സൈലന്റ് വാലി ഒരു ദേശീയോദ്യാനമാണല്ലേ. ആ ഒരു ജോഡി ശരിയാണ്. അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവ് എന്നാണ് തന്നിരിക്കുന്നത്. അത് ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്. അത് തെറ്റാണ്. കടലുണ്ടി എന്താണ്? കടലുണ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ആണ്. അതും തെറ്റാണ്. രണ്ടാമത്തെ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്. 2 മാത്രം ശരി. 58 ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് കൊടുക്കുന്നത്? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് കൊടുക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശാസ്ത്രജ്ഞർ. സയന്റിസ്റ്റുകൾക്ക് കൊടുക്കുന്ന അവാർഡാണ് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ്. അടുത്തത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? ഓപ്ഷൻ എ ആണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. 60 താഴെ പറയുന്നതിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ. താഴെ പറയുന്നതിലെ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ. 1 നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. 2 ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു.
3 pH മൂല്യം 7 കൂടുതലാണ്, 4 pH മൂല്യം 7 കുറവാണ്. അപ്പോൾ ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നതും pH മൂല്യം 7 കുറവാണ് എന്ന് പറയുന്നത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. ആസിഡ് എന്ന് പറയുന്നത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു, pH മൂല്യം 7 കുറവാണ്. അപ്പൊ pH മൂല്യം 7 കൂടുതലുള്ളതും ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നതും ആൽക്കലിയാണ്. 61. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, 5 ആണ്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം 5 പ്രതിബിംബങ്ങളാണ്. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം. താഴെ പറയുന്നതിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി ആണ്, ആസാമാണ്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കിഴക്കുള്ള പ്രദേശങ്ങളിലാണ് ആദ്യം സൂര്യോദയം ദൃശ്യമാകുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ കിഴക്കുള്ളത് ഏതാണ്? ആസാമാണ്. അതുകൊണ്ട് ആസാമിലാണ് ആദ്യം സൂര്യോദയം ദൃശ്യമാകുന്നത്. 63. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ദോലന ചലനത്തിൽ പെടാത്തവ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആട്ടുകട്ടിലിൻ്റെ ചലനം, ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം, സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനം. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ദോലനത്തിൽ ഉൾപ്പെടാത്തത്? ആദ്യമേ തന്നെ പറയാം, ദോലനം എന്ന് പറയുന്നത് ഒരു ബിന്ദുവിനെ ആധാരമാക്കിക്കൊണ്ട് ഇരുവശങ്ങളിലേക്കും ക്രമമായി നടക്കുന്ന ചലനമാണ് ദോലനം എന്ന് പറയുന്നത്, അല്ലേ? എക്സാമ്പിൾ എന്താണ്? ഊഞ്ഞാലിൻ്റെ ആട്ടം, അല്ലേ? അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ദോലന ചലനത്തിൽ പെടാത്ത ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ ഏതൊക്കെയാണ് ദോലന ചലനത്തിൽ പെടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഏതൊക്കെയാണ്? ആട്ടുകട്ടിലിൻ്റെ ചലനം ദോലനമാണ്. ഒരു ബിന്ദുവിനെ ആധാരമാക്കിക്കൊണ്ടാണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നത്. അതുപോലെ ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം, അതും ദോലനമാണ്. ഒരു ബിന്ദുവിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഇരുവശങ്ങളിലോട്ടും കറങ്ങുന്നത്. അപ്പോൾ ഇത് രണ്ടും ദോലനത്തിന് ഉദാഹരണമാണോ? ഇനി ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം, അതുപോലെ സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനം, ഇത് രണ്ടും ദോലനമല്ല. ഇത് രണ്ടും ഒരു ബിന്ദുവിനെ ആധാരമാക്കി ഇരുവശങ്ങളിലേക്കും കറങ്ങുന്നതല്ല. ഇവ രണ്ടും ഭ്രമണ ചലനമാണ്, റൊട്ടേഷറി മോഷനാണ്. ഉത്തരം വരുന്നത് 2ഉം 4ഉമാണ്. 2ഉം 4ഉം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്തത്, ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹൈഡ്രജൻ എന്ന മൂലകം ആരാണ് കണ്ടുപിടിച്ചത്? ഓപ്ഷൻ എ ആണ്, ഹെൻറി കാവൻഡിഷ്, അല്ലെ? ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ എന്ന മൂലകത്തെ കണ്ടുപിടിച്ചത്. ഹൈഡ്രജൻ്റെ ഒരു വിശേഷണം എന്താണ്? ഭാവിയുടെ ഇന്ധനം എന്ന് വിശേഷിക്കപ്പെടുന്നതും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലും ഉള്ളതുമായ മൂലകമാണ് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉണ്ടാക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. 65. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ. ചന്ദ്രനിൽ അവസാനമായിട്ട് കാലുകുത്തിയത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, യുജിൻ സെർനൻ. ആരാണ്? യുജിൻ സെർനൻ ആണ് ചന്ദ്രനിൽ അവസാനമായിട്ട് കാലുകുത്തിയത്. ആദ്യമായിട്ട് കാലുകുത്തിയത് ആരാണ്? നീൽ ആംസ്ട്രോങ് ആണ്. അവസാനമായിട്ട് ഇറങ്ങിയത് ആരാണ്? യൂജിൻ സെർനൻ. 66. ലോക ജലദിനം എന്നാണ്? ലോക ജലദിനം എന്നാണ്? ഓപ്ഷൻ എ ആണ്, മാർച്ച് 22. മാർച്ച് 22 ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. 67. ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരിയാണ്. ജലദോഷം ഉണ്ടാകുന്ന രോഗകാരി ഏതാണ്? ഓപ്ഷൻ എ ആണ്, വൈറസ് ആണ്. ജലദോഷം ഒരു വൈറസ് രോഗമാണ്. അടുത്തത്, ഏത് തരം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഏത് തരം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഓപ്ഷൻ എ ആണ്, ഏഡിസ് കൊതുക്. ഏഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഏഡിസ് ഈജിപ്തി എന്ന ഇനം വെൺകൊതുകുകളാണ് ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, സിക്ക വൈറസ്, അതുപോലെ മഞ്ഞപ്പനി ഇതൊക്കെ പരത്തുന്നത്. ഏഡിസ് ഈജിപ്തി. അടുത്തത്, എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, HIV വൈറസ് ആണ്, അല്ലേ? അടുത്തത്, നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 120/80 mmHg. 120/80 mmHg ആണ്
ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ സാധാരണ രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സിഗ്മോ മാനോമീറ്റർ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. 71 മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികളാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് 206. അതിൽ 80 അക്ഷാസ്ഥികൂടവും 106 അനുബന്ധാസ്ഥികൂടവുമാണ് ഉള്ളത് അല്ലേ. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇനാമലാണ് പല്ലിന് വെളുപ്പ് നിറം നൽകുന്നത്. ഇനി ബാക്കി ഓപ്ഷൻസിൽ പൾപ്പ് എന്താണ്? സിമൻറ്റം എന്ന് പറയുന്നത് എന്താണ്? സിമൻറ്റം പല്ലിനെ മോണയിൽ എല്ലുമായിട്ട് ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്ന പുറംപാളിയാണ് സിമൻറ്റം. ഡെൻറ്റൈൻ എന്താണ്? ഇനാമലിന് തൊട്ട് താഴെയുള്ള പാളിയാണ്. ജീവനുള്ള കോശങ്ങളുടെ ഭാഗമാണ് ഡെൻറ്റൈൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇനാമൽ തേഞ്ഞു പോകുമ്പോഴാണ് ഈ ഡെൻറ്റൈൻ പുറത്ത് കാണുകയും പല്ലിന് മഞ്ഞ നിറം തോന്നിക്കുകയും ചെയ്യുന്നത്. 73 ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണയാണ് സ്പന്ദിക്കുന്നത്? ഓപ്ഷൻ എ ആണ് 72 തവണ അല്ലേ. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായുവറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗം. പുകയിലയുടെ ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായുവറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗം എന്താണ്? ഓപ്ഷൻ സി ആണ് ബ്രോങ്കൈറ്റിസ് ആണ് പുകയിലയുടെ ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായുവറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന അവസ്ഥ. 75 ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ടൈഫോയിഡ്. ബാക്കി പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം ഇത് 3 ജീവിതശൈലി രോഗമാണ്. 76 കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്താണ്? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമല്ലോ ഈ ഒരു ചോദ്യം. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് എന്ത് പേരാണ് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് മൃതസഞ്ജീവനി. 77 ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയാണ്? ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ഏത് ജീവിയാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് വരയാട്. അതും അറിയാമല്ലേ. അടുത്തത് പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ്. പഴവും പച്ചക്കറിയും ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി എന്താ പറയുന്നത്? ഓപ്ഷൻ ബി ആണ് ഹോർട്ടിക്കൾച്ചർ. എന്താണ് ഹോർട്ടിക്കൾച്ചർ? ബാക്കി ഓപ്ഷൻസ് നോക്കിയാലോ. ക്യൂണിക്കൾച്ചർ എന്താണ്? ക്യൂണിക്കൾച്ചർ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടത്? മുയൽ വളർത്തലിനെയാണ് നമ്മൾ ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. എപ്പിക്കൾച്ചർ എന്താണ്? തേനീച്ചകളെ വളർത്തുന്നതിനെയാണ് എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. പിസിക്കൾച്ചർ എന്താണ്? മത്സ്യങ്ങളെ വളർത്തുന്നതിനാണ് പിസിക്കൾച്ചർ എന്ന് പറയുന്നത്. അടുത്തത് പവിത്ര, അന്നപൂർണ, ഹൊസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണ്? പവിത്രയും അന്നപൂർണയും ഹൊസ്വയും ഏതിൻ്റെ വിത്തിനങ്ങളാണ്? ഓപ്ഷൻ ഡി ആണ് നെല്ലിൻ്റെ വിത്തിനങ്ങളാണ്. നെല്ലിൻ്റെ മികച്ച വിളവ് നൽകുന്ന വിത്തിനങ്ങളാണ് പവിത്രയും അന്നപൂർണയും ഹൊസ്വയും. 80 ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനം. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനം എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. വളരെ തട്ടിക്കൂട്ട് ക്ലാസ് ആയിരുന്നു ഇതെന്നാണ് പറയാനായിട്ട്. ശാരീരിക അസ്വസ്ഥതകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പകുതി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കി പകുതി റെക്കോർഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വൈകുന്നേരത്തേക്ക് സെറ്റാക്കി ഇടുന്നതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.